നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ് കേട്ടോ. എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ ഉത്സവത്തിന് പോവാറുണ്ട്. എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ദേവീക്ഷേത്രം. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പുവാവ് ഇന്ന് നടന്നാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. പണ്ട് ഈ അമ്പലം വളരെ കുഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പുവാവ് എൻ്റെ കൂട്ടുകാരനെയും കൂടി കണ്ടു. പിന്നെ അമ്പുവാവ് ഏതാ അവനെ സ്നേഹിക്കുകയും കളിക്കുകയും അടിപിടിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അന്നദാനം കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ ചെന്ന് അന്നദാനം കഴിച്ചു കേട്ടോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് തൊഴൽ കഴിഞ്ഞാൽ പിന്നെ അന്നദാനം കഴിക്കലാണ് കേട്ടോ ഏറ്റവും മെയിൻ. താഴോട്ട് വന്നപ്പോഴേക്കും ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അച്ഛനും അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എനിക്കും അമ്മയ്ക്കും ജിനുവാട്ടിനും നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും കൂടി മേടിച്ച് കഴിച്ചു കേട്ടോ. എവിടെ ചെന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് കേട്ടോ. മാങ്ങയൊക്കെ ആകുമ്പോൾ ഭയങ്കര പുളി ഉണ്ടാവും, പക്ഷെ പൈനാപ്പിൾ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മളിതാ വരവ് വന്നു കേട്ടോ. അങ്ങനെ താലപ്പൊലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചെണ്ട കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടട്ടോ. ഭയങ്കര രസമല്ലേ. ചെണ്ടുകൊട്ടിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അധികം അങ്ങനെ അമ്പലത്തിലേക്ക് വരാറ്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പെരുന്നാളത്തിൻ്റെ കൂടെ പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഉള്ള വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു ഉത്സവത്തിന് വരുന്നത്. ഉത്സവത്തിന് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓടി അങ്ങോട്ട് മാറി കേട്ടോ. എല്ലാവരും ഏതൊക്കെയോ വഴിയിലൂടെ ഓടി. അപ്പം തന്നെ മഴ നിന്നു. അപ്പോഴേക്കും വീണ്ടും നമ്മൾ പോവാണ് കേട്ടോ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും മഴയായത് കാരണം പരിപാടിയെല്ലാം മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക്